റഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സാർ സബക്ക് 33. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഫസ്ലു സാദിസു, ആറാമത്തെ ഫസ്ല്. ഫി ബയാനി മൻ തജിബു അലൈഹി സ്വലാത്തു, ഏതൊരുത്തിൻ്റെ മേൽ നിസ്കാരം നിർബന്ധമാകുന്നുവോ അങ്ങനത്തെ ഒരുത്തിനെ വിവരിക്കുന്നതിലും സിഫത്തിഹ, നിസ്കാരത്തിൻ്റെ ആകൃതി സിഫത്തിനെ വിവരിക്കുന്നതിനുള്ള ആറാമത്തെ ഫസ്ലാണ്. നോക്കുക. അപ്പോൾ മൻ തജിബു അലൈഹി സ്വലാത്തു, ഏതൊരുത്തനെ മേൽ നിസ്കാരം നിർബന്ധമാകുന്നുവോ അങ്ങനത്തെ ഒരുത്തൻ ഫഹുവ, അവൻ കുല്ലു ബാലിഗിൻ ആഖിലിൻ, എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാണ്. മുസ്ലിമായ തോഹിരിൻ, ഹൈദ് നിഫാസിനെ തൊട്ട് ശുദ്ധിയുള്ള. തോഹിർ എന്ന് പറഞ്ഞാൽ ഹൈദ് നിഫാസിനെ തൊട്ട് ശുദ്ധിയാണ്, നേസിനെ തൊട്ട് ശുദ്ധിയല്ല. മനസ്സിലായോ? ഇവർക്കാണ് നിസ്കാരം നിർബന്ധം എന്ന് വെക്കുമ്പോൾ ഫല കലാ വീട്ടിൽ നിർബന്ധമില്ല അലാമൻ, ഒരുത്തൻ്റെ മേൽ. എങ്ങനത്തെ ഒരുത്തനാണ്? സാല അഖ്ലുഹു, അവൻ്റെ ബുദ്ധി നീങ്ങിപ്പോയിരിക്കുന്നു ബിജുനൂനിൻ, ഭ്രാന്ത് കാരണമായി, ഭ്രാന്ത് കൊണ്ട്, ഔ മറദിൻ, രോഗം കൊണ്ട്, കാഫിരിൻ അസരീൻ, ജന്മനാ കാഫിറായിട്ടുണ്ട്. ഒരാൾ 35 വയസ്സ് വരെ അമുസ്ലിമായിരുന്നു, ഒരു ദാമോദരനായിരുന്നു. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ ഒരു 35 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനക്ക് മുസ്ലിമാകാൻ തോന്നി, അങ്ങനെ മുസ്ലിമായി. എന്നാൽ പിന്നെ പ്രായപൂർത്തി മുതൽ 35 വയസ്സുള്ള നിസ്കാരം ഖളാ വീട്ടൽ നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. ജന്മനാ അവൻ കാഫിറായിരുന്നു. മനസ്സിലായോ? എന്നാൽ വൈക്കലിൽ മുർത്തദ് ഖളാ വീട്ടണം. ഒരു 40 വയസ്സ് വരെ മുസ്ലിമായി ജീവിച്ച് പിന്നെ ഒരു 3 വർഷം എന്തായി? മുർത്തദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്ത് ചെയ്യണം? പിന്നെ 43 വയസ്സിൽ വീണ്ടും എന്ത് ചെയ്യും? മുസ്ലിമായി കഴിഞ്ഞാൽ ആ 3 വർഷത്തെ കാലയളവിൽ നിസ്കാരം എന്ത് ചെയ്യണം? അവൻ ഖളാ വീട്ടൽ നിർബന്ധമാണ്. വയുമറുത്തിഫുലു, കൊച്ചുകുട്ടിയോട് കളിപ്പിക്കപ്പെടണം ബിഹ, ഈ നിസ്കാരം കൊണ്ട്, ലിസബൈ, 7 വയസ്സാകുമ്പോൾ, ഇത് മയ്യസ, കുട്ടിക്ക് മുമയ്യസാകുമ്പോൾ, തമ്മീസാകുമ്പോൾ എന്ത് ചെയ്യാം? കുട്ടിയോട് കൽപ്പിക്കപ്പെടണം 7 വയസ്സാകുമ്പോൾ. വയുളറബു അലിയ, ആ നിസ്കാരം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ അടിക്കപ്പെടണം ബി അശ്ശരി, 10 വയസ്സാകുമ്പോൾ. 10 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യണം? നിസ്കാരം ഉപേക്ഷിച്ച കുട്ടി എന്ത് ചെയ്യണം? അടിക്കപ്പെടണം. വല ഖലാ അലൽ ഹാഹിദി വനുഫസായി, ഹൈലുകാരി നിഫാസുകാരി ഇവരുടെ മേലെന്തില്ല? ഖളാ വീട്ടൽ നിർബന്ധമില്ല. ഖളാ നിർബന്ധമില്ല, ഖളാ വീട്ടാനും പാടില്ല. വൽ മുഹ്മ അലൈഹി, അതുപോലെ ബോധരഹിതൻ, അവൻ്റെ മേലൊന്നില്ല, ഖളാ വീട്ടൽ നിർബന്ധമില്ല. രണ്ടാഴ്ചക്ക് ബോധരഹിതനായി ആശുപത്രിയിൽ കടന്നു, അല്ല ബോധം കെട്ട് വീണു, 2 ആഴ്ച കഴിഞ്ഞ ബോധം തെളിയുന്നു. ആ കാര്യം നിസ്കാരം ഖളാ വീട്ടേണ്ടതുണ്ടോ? ഇല്ല, നിർബന്ധമല്ല. വൈജബുൽ ഖളാ വീട്ടൽ നിർബന്ധമാകും അലൽ മുതഅദ്ദി ബിസുക്രി, സ്വന്തം വസ്തു കൊണ്ട് മുതഅദ്ദി ആയവനും, അതിലിട്ട് കടന്നവൻ, ഇസ്ലാമിൻ്റെ ബോർഡറിൻ്റെ അപ്പുറത്ത് പോയവൻ്റെ മേൽ എന്ത് ചെയ്യും? ഖളാ വീട്ടൽ നിർബന്ധമാകും. ഹറാമ കാരണമായിക്കൊണ്ട് മറ്റൊക്കെ. അപ്പോൾ ഒരാളെന്താ മദ്യപിച്ചു, സ്വയം ബോധത്തോടു കൂടെ എന്ത് ചെയ്തു? ഇപ്പോൾ മദ്യപിച്ചു, ഒരു അസറിനെ മദ്യപിച്ചത്. അങ്ങനെ അസറൊക്കെ സ്കെച്ചിട്ടാണ് എന്ത് ചെയ്ത് തണ്ടിയടിച്ചത്. പിന്നെ മഗ്‌രിബിനും ബോധമില്ല, ഇശാനും ബോധമില്ല, പിന്നെ എനിക്ക് രാവിലെ തെളിയണം. എന്ത് ചെയ്യണം? ആ മഗ്‌രിബ് ഇശാനും ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് അവിടെ കേട്ട ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.